എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 29ാമത്തെ സർഗത്തിൽ 7 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് സിദ്ധാശ്രമത്തിന് ആ പേര് വന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. ഭഗവാൻ വാമനമൂർത്തി അവിടെ ഇരുന്നാണ് തപസ് ചെയ്തത് എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇനി വരണ ഭാഗത്തിൽ കണ്ടാൽ അതിനൊരിത്തിരി വ്യത്യാസം വരണ രീതിയിൽ പറയുന്നുണ്ട്. വാൽമീകി മഹർഷി പറഞ്ഞു വരണതിൻ്റെ ആ ഒരു രസത്തിൽ അങ്ങനെ ആദ്യമേ പറഞ്ഞതാണ് തോന്നുന്നു. വാമനമൂർത്തി തപസ് ചെയ്തത് കൊണ്ടാണ് അതിന് സിദ്ധാശ്രമം എന്ന് പേര് വന്നത് എന്നുള്ളത്. പിന്നീടാണ് നമ്മൾ ഇന്നറിയുന്ന, അതായത് മഹാബലിയുടെ നേർക്ക് 3 അടി യാചിച്ചുകൊണ്ട് ചെല്ലണ വാമനമൂർത്തിയുടെ വരവ്. അപ്പോൾ ആദ്യം വാമനമൂർത്തി തപസ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് സിദ്ധാശ്രമം അവിടെ വച്ചിട്ട് സിദ്ധി ഉണ്ടായി എന്നുള്ളത് കൊണ്ട് അതിന് സിദ്ധാശ്രമം എന്ന് പേരിട്ടു എന്ന് പറഞ്ഞു. ഇപ്പോൾ വീണ്ടും വാമനമൂർത്തിയായിട്ട് അവതരിക്കണം ഞങ്ങൾക്ക് എന്ന് കാശ്യപൻ ആവശ്യപ്പെടുന്നതായിട്ടും കാണാനുണ്ട്. അതൊരു സ്വാഭാവികമായിട്ട് വർണ്ണന വന്ന്, അതായത് ഇങ്ങനെ വർണ്ണിച്ച് വരുമ്പോൾ ഉണ്ടാവുന്നതായ ചെറിയ വ്യത്യാസങ്ങളാണെന്നാണ് മനസ്സിലാവുന്നത്. നമുക്കാദ്യം 7ാമത്തെ ശ്ലോകം നോക്കാം. ബലിർവൈരോചനിർവിഷ്ണോ യജതേ യജ്ഞമുത്തമം അസമാപ്തവ്രതേ തസ്മിൻ സ്വകാര്യമഭിവദ്യതാം. അങ്ങനെ ആ ബലി, വൈരോചനിയായിട്ടുള്ള ബലി, അതായത് വിരോചനൻ്റെ പുത്രനായിട്ടുള്ള മഹാബലി യാഗം തുടങ്ങിയപ്പോൾ ദേവന്മാരും അതുപോലെ മഹർഷിമാരും ബ്രഹ്മർഷിമാരും എല്ലാവരും ഭൂമിയിൽ വന്നിട്ട് ഭഗവാൻ മഹാവിഷ്ണുവിനോട്, വാമനമൂർത്തിയായിട്ട് അവിടെ ഇരിക്കുകയാണെന്നാണ് ആദ്യം പറഞ്ഞത്, ഏതായാലും ഭഗവാൻ മഹാവിഷ്ണുവിനോട് ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ്, അല്ലയോ മഹാവിഷ്ണു, വിഷ്ണു വൈരോചനി ബലി, വിരോചനൻ്റെ പുത്രനായിട്ടുള്ള ബലി ഉത്തമം യജ്ഞം യജതേ, അതിഗംഭീരമായിട്ട് ഒരു യാഗം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. യാഗം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ടില്ല. അതാണ് അസമാപ്തവ്രതേ തസ്മിൻ, അത് തീരണതിന് മുമ്പ് അവരവർക്ക് പറ്റിയ ഒരു കാര്യമുണ്ട്, അതൊന്ന് ചെയ്യൂ എന്ന് ഭഗവാൻ മഹാവിഷ്ണുവിനോട് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട്, ദേവന്മാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് പറയാണ്. സ്വകാര്യം അഭിപദ്യതാം, അവരവർക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യണം. അത് സ്വന്തം കാര്യമല്ല, എല്ലാവരുടെയും കാര്യമാണ്. പക്ഷെ അങ്ങ് തന്നെ പോയിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സ്വകാര്യം എന്ന് പറഞ്ഞത്. മലയാളത്തിലെ സ്വകാര്യമല്ല, സ്വന്തം കാര്യത്തിനെയാണ് ഇവിടെ സ്വകാര്യം എന്ന് പറയണത്. അങ്ങനെ വ്രതം തീരുന്നതിന് മുമ്പ്, യാഗം തീരുന്നതിന് മുമ്പ് അങ്ങ് ഒരു കാര്യം ചെയ്തു തരേണ്ടതുണ്ട്. അതെന്താണ് എന്ന് പറയാണ്. ആ യാഗത്തിൻ്റെ പ്രത്യേകതയാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. യേ ചൈനമഭിവർത്തന്തേ യാചിതാര ഇതസ്തത യച്ച യത്ര യഥാവച്ച സർവം തേഭ്യഃ പ്രയച്ഛതി. യേ ചൈനം അഭിവർത്തന്തേ യാചിതാര ഇതസ്തത, ആ മഹാബലിയുടെ അടുത്തേക്ക് ആരൊക്കെയാണോ യാചിച്ചുകൊണ്ട്, അതായത് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നത്, അതാണ് യേ, ആരൊക്കെയാണ് ച ഏനം, ആ മഹാബലിയെ അഭിവർത്തന്തേ, അടുത്തേക്ക് പോകുന്നത്, അദ്ദേഹത്തെ സമീപിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ട്, യാചിതാര, എന്തെങ്കിലുമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇതസ്തത, അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ മഹാബലിയെ കാണാൻ പോകുന്നുണ്ട്. അതുപോലെ പോയാൽ അവർക്കൊക്കെ യച്ച യത്ര യഥാവച്ച, അവരവരെ കൊണ്ടാവണതുപോലെ എവിടെ വെച്ചാണോ അല്ലെങ്കിൽ എന്താണോ നൽകേണ്ടത് അതൊക്കെ തന്നെ മഹാബലി കൊടുക്കുന്നുണ്ട്. സർവം തേഭ്യ പ്രയച്ഛതി, അതിന് യാതൊരു മടിയില്ല. ദാനം വളരെ ഗംഭീരമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. ആരാണോ ചോദിച്ചു വരുന്നത് അവർക്ക് വേണ്ടത്രയൊക്കെ, ആ മഹാബലിയെ കൊണ്ടാവണത്രയൊക്കെ ഗംഭീരമായിട്ട് ദാനം നടക്കുന്നുണ്ട്. സത്വം സുരഹിതാർത്ഥായ മായായോഗമുപാശ്രിത വാമനത്വം ഗതോ വിഷ്ണു കുരു കല്യാണമുത്തമം. അപ്പോൾ അങ്ങ് എന്താണ് വേണ്ടത്? സത്വം, അല്ലയോ ഭഗവാനെ, അങ്ങ് സുരഹിതാർത്ഥായ മായായോഗമുപാശ്രിത വാമനത്വം ഗത, സുരന്മാർക്ക് എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക്, അവർക്ക് ഹിതമുണ്ടാകുന്നതിന്, അവർക്ക് നന്മയുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് മായായോഗമുപാശ്രിത, മായായോഗത്തെ സ്വീകരിച്ചുകൊണ്ട്, യഥാർത്ഥത്തിലല്ല വേഷപ്രച്ഛന്നനായിട്ട് എന്നർത്ഥം, ഒരു രൂപമാറ്റമൊക്കെ നടത്തിയിട്ട് വാമനത്വം ഗത, വാമനനായി തീരണം. അപ്പോൾ ഇതുവരെ ഉള്ള വാമനൻ്റെ കാര്യമല്ല, അപ്പോൾ അവിടെ വിഷ്ണു ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക.
അങ്ങ് വാമനനായി തീർന്നുകൊണ്ട് ഒരു ബ്രാഹ്മണ രൂപം എടുത്തുകൊണ്ട് കല്യാണം, ഉത്തമം കല്യാണം ഗുരു, എല്ലാവർക്കും നന്മയുണ്ടാകുന്ന കാര്യം ചെയ്യണം. അപ്പോൾ മഹാബലി അവിടെ ചെയ്യുന്ന യാഗത്തിന് എന്താ അത്ര തരക്കട, അല്ലെങ്കിൽ മഹാബലിക്ക് എന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ട് എന്ന് ഇവിടെ വർണ്ണിക്കണില്ല. ദേവന്മാർക്കൊരു അസ്വസ്ഥത ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണത് അസുരനാണ്. മഹാബലി അസുരനാണ്. അസുരന്മാരെത്ര കേമായി കൂടാ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൂടാ എന്നുള്ളൊരു അസൂയയാണെന്ന് കേട്ടാൽ തോന്നും. പക്ഷേ ദേവന്മാർ ചെയ്യേണ്ടതിനേക്കാളും കേമായിട്ടാണ് മഹാബലി ചെയ്യണത്. അസുരനാണല്ലോ, അസുരന്മാരെ മുഴുവനും വിശ്വസിക്കാനും പറ്റില്ല. അപ്പം അതുകൊണ്ട് ആ മഹാബലിയെ അമർച്ച ചെയ്തിട്ട് വധിക്കണം എന്നൊന്നും പറയണില്ല, ആ മഹാബലിയുടെ ദർപ്പത്തെ ഇല്ലാതെയാക്കണം. താനാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആള്, തന്നോളം യാഗം ചെയ്യാൻ അല്ലെങ്കിൽ ദാനം ചെയ്യാൻ കഴിവുള്ളവരായിട്ട് വേറെ ആരും ഇല്ല തുടങ്ങിയിട്ടുള്ളതായ അഹങ്കാരങ്ങളൊക്കെ ഒന്ന് അമർച്ച ചെയ്തിട്ട് എല്ലാവരെ പോലെയും ആക്കണം. എന്നാലേ ബാക്കിയുള്ളവർക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അഹങ്കാരം വർദ്ധിച്ചു വന്നാൽ പിന്നെ ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ ജീവിതം ഇല്ലാതെയാക്കാനും അസുരന്മാർക്ക് മതി. അതുകൊണ്ട് ആ മഹാബലിയുടെ അഹങ്കാരത്തെ തീർക്കാൻ ഭഗവാനെ അങ്ങ് വാമനവേഷം സ്വീകരിച്ചിട്ട് ആ യാഗശാലയിലേക്കൊന്ന് ചെല്ലണം. എന്നിട്ട് എല്ലാവർക്കും മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കണം എന്നാണ് പറയണത്. ഏതസ്മിന്നന്തരേ രാമ കശ്യപോഗ്നി സമപ്രഭ ആദിത്യാസഹിതോ രാമ ദീപ്യമാന ഇവൗജസ. ശ്രീരാമനെ വിളിച്ചുകൊണ്ട് വിശ്വാമിത്രൻ പറയാണ്, അങ്ങനെ ഈ മഹർഷിമാരെ, ബ്രഹ്മർഷിമാരെ, ദേവന്മാരെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിനോട് വർത്തമാനം പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അതിൽ വെച്ച് ഏറ്റവും തേജസ്വിയായിട്ടുള്ള പ്രജാപതി, കശ്യപ പ്രജാപതിയെ ഭഗവാൻ കാണണത്. അതാണ് ഏതസ്മിൻ അന്തരേ. ഇതിൻ്റെ ഇടയ്ക്ക് അഗ്നിസമപ്രഭ കശ്യപ, അഗ്നിക്ക് തുല്യമായ തേജസ്സോടു കൂടിയവനായ കശ്യപ മഹർഷി, കശ്യപ പ്രജാപതി, മഹർഷിയുമാണ് പ്രജാപതിയുമാണ്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, ഒറ്റയ്ക്കല്ല. ആദിത്യാസഹിതോ ദീപ്യമാന ഇവ ഉജസ, അതിഥിയോടുകൂടിയിട്ട് അഗ്നി സമപ്രഭനായിട്ടുള്ള നല്ല തേജസ്വിയായിട്ടുള്ള കശ്യപ പ്രജാപതി ഈ ആൾക്കാരുടെ കൂട്ടത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ കാണാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 11ാമത്തെ ശ്ലോകം നോക്കാം. ദേവീ സഹായോ ഭഗവാൻ ദിവ്യം വർഷസഹസ്രകം വ്രതം സമാപ്യ വരദം തുഷ്ടാവ മധുസൂദനം. ഭഗവാനാവട്ടെ 1000 വർഷങ്ങൾ അവിടെ തപസ് ചെയ്ത് അതിശക്തനായിട്ട് തപസ്സിൻ്റെ ശക്തിയോട് കൂടിയിട്ടാണ് അവിടെ വർത്തിക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാനെ നോക്കിയിട്ട് ഭഗവാൻ മഹാവിഷ്ണുവിനെ സ്തുതിക്കുകയാണ്. ദിവ്യം വർഷസഹസ്രകം വ്രതം സമാപ്യ, ദിവ്യമായിട്ട്, അതായത് സാധാരണ മനുഷ്യൻ്റെ ഒരു വർഷമൊന്നുമല്ല, ദിവ്യവർഷ സഹസ്രകം, ദേവന്മാരുടെ 1000 വർഷങ്ങൾ തപസ് ചെയ്ത് ആ വ്രതത്തെ സമാപിപ്പിച്ചിട്ട് എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി നോക്കുന്ന, പരിഗണിക്കുന്നവനായിട്ടുള്ള ആ മധുസൂദനനെ, വരദം മധുസൂദനം ദേവീ സഹായോ ഭഗവാൻ തുഷ്ടാവ, ദേവീ സഹായത്തോടു കൂടിയ ഭഗവാൻ കാശ്യപൻ സന്തോഷിപ്പിച്ചു അല്ലെങ്കിൽ സ്തുതിച്ചു എന്നർത്ഥം. അതായത് 1000കണക്കിന് ദിവ്യ സംവത്സരങ്ങൾ തപസ് ചെയ്ത അത്രയ്ക്ക് മഹിമയേറിയ വിഷ്ണുവാണ് ഇപ്പോൾ ആ ആശ്രമത്തിലിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാൻ മഹാവിഷ്ണുവിനെ അതിഥിയോട് കൂടി ചേർന്നവനായ ഭഗവാൻ കാശ്യപൻ സ്തുതിച്ചു, സന്തോഷിപ്പിച്ചു എന്നൊക്കെയാണ് പറയണത്. അതിലൊരു 2 വരി എടുത്തിട്ട് പറയാണ്. 12ാമത്തെ ശ്ലോകം നോക്കാം. തപോമയം തപോരാശിം തപോമൂർത്തിം തപാത്മകം തപസാ ത്വം സുതപ്തേന പശ്യാമി പുരുഷോത്തമം ശരീരേ തവ പശ്യാമി ജഗത് സർവമിദം പ്രഭോ ത്വമനാദിരനിർദ്ദേശ്യസ്ത്വാമഹം ശരണം ഗത. അങ്ങയെ കണ്ടാൽ തപസ് രൂപം പൂണ്ട് വന്നിരിക്കുകയാണ് തോന്നും. അതാണ് തപോമയം തപോരാശിം, തപോമയനായിട്ട് തപോരാശിയായിട്ട്, ഇതൊക്കെ ഏതാണ്ട് ഒരേ അർത്ഥത്തിലുള്ളതാണ്. അങ്ങയുടെ സ്വരൂപം എന്ന് പറഞ്ഞാൽ തപസ് തന്നെ സ്വരൂപം എടുത്തു വന്നിരിക്കുന്ന തപസ്സിൻ്റെ ഒരു കൂമ്പാരം പോലെയുള്ള അങ്ങ് തപോമൂർത്തിയാണ്. തപാത്മകം, തപസ്സുകൊണ്ട് ശരീരം മാത്രമല്ല ആത്മാവിനെ കൂടി തപസ്സിൽ ലയിപ്പിച്ച് നിർത്തിയിരിക്കുന്ന അങ്ങനെയുള്ള തപോമൂർത്തിയായ അങ്ങ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വർത്തിക്കുന്നത് എൻ്റെ
കണ്ണുകൊണ്ട്, എൻ്റെ തപസ് ചെയ്ത് തെളിഞ്ഞതായ എൻ്റെ കണ്ണുകൊണ്ട്, അകക്കണ്ണുകൊണ്ട് ഞാനിതാ കാണുന്നു. തപസാം ത്വാം സുതപ്തേന പശ്യാമി പുരുഷോത്തമം. സുതപ്തേന തപസ പുരുഷോത്തമം ത്വാം പശ്യാമി. അങ്ങനെയുള്ള ഭഗവാനെ കാണണമെങ്കിൽ തപസ് ചെയ്ത ഒരാൾക്കേ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രജാപതി പറയാണ്, തപോനിഷ്ഠമായിട്ടുള്ള അങ്ങയുടെ രൂപത്തെ, അങ്ങയുടെ സ്വഭാവത്തെ മനസ്സിലാക്കാൻ കുറച്ച് തപസ് ചെയ്ത എനിക്ക് സാധിക്കുന്നുണ്ട്. സുതപ്തേന തപസ പശ്യാമി, നല്ലവണ്ണം തപസ് ചെയ്ത എനിക്ക് സാധിക്കുന്നു. അതുകൊണ്ട് ശരീരേ തവ പശ്യാമി ജഗത് സർവമിതം പ്രഭോ, അങ്ങയുടെ ഈ ഒരു ശരീരത്തിൽ ലോകത്തെ മുഴുവനും ഞാനിതാ ദർശിക്കുന്നു. അതായത് തപോനിരതനായിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല തപസ് ചെയ്യുന്നത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിന് മുഴുവനും നന്മ വരാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യുന്നവനായ അങ്ങയെ, അങ്ങയുടെ ശരീരത്തിൽ ഇതാ ലോകത്തെ മുഴുവനും ഞാൻ കാണുന്നു. അതാണ് ശരീരേ തവ പശ്യാമി, തവ ശരീരേ ഇതം സർവം ജഗത് പശ്യാമി. ഈ ലോകം മുഴുവനും അങ്ങയിൽ തന്നെയാണ് ലയിച്ചു ചേർന്നിരിക്കുന്നത്. അല്ലയോ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള മഹാവിഷ്ണു, എനിക്കതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങ് ആരാണ്? ത്വം അനാദി. അനാദി എന്ന് പറഞ്ഞാൽ ആദി, തുടക്കം ഇല്ലാത്തവൻ, ആദ്യന്തരഹിത എന്ന് പറയുന്നതാണ്. തുടക്കവുമില്ല, തുടക്കമില്ലാത്തൊരാൾക്ക് അല്ലെങ്കിൽ ഒന്നിന് അവസാനവും ഇല്ല, തുടങ്ങിയതൊക്കെ അവസാനിക്കും. അപ്പം ത്വം അനാദി അനിർദ്ദേശ്യ. അനിർദ്ദേശ്യൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഈ ഭഗവാനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ. നിർദ്ദേശിക്കപ്പെടാൻ പറ്റാത്തവൻ, അതാണ് അനിർദ്ദേശ്യ. അങ്ങനെയുള്ള ത്വാം, അങ്ങയെ ഞങ്ങളെല്ലാവരും ചേർന്നിതാ ശരണം ഗതഃ, ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ഞങ്ങളെല്ലാവരും അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്, ദേവന്മാർക്ക് വേണ്ടിയിട്ട് ഉചിതമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യണം. മഹാബലിയുടെ യാഗശാലയിൽ ചെന്ന് പ്രാർത്ഥിക്കണം, അർത്ഥിക്കണം, യാചിക്കണം എന്നാണ് ഇവർ പറയണത്. ഇവർ പറയുമ്പോൾ പിന്നെ ഭഗവാന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പറയണത് എനിക്കും, അതായത് കശ്യപ പ്രജാപതി പറയാണ്, എൻ്റെയും അതിഥിയുടെയും പുത്രനായിട്ട് അങ്ങ് പിറക്കണം, വാമനനായി അവതരിക്കണം എന്നൊക്കെ ഇവിടെയാണ് പറയണത്. ആദ്യം പറഞ്ഞതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു വിരോധം നമുക്കിവിടെ അനുഭവപ്പെടും. ഏതായാലും ഉദ്ദേശിക്കുന്നത് ഇതാണ്, വിഷ്ണു ഭഗവാനായിട്ടാണ് വന്നതെങ്കിലും ഇവിടെ നിന്നാണ് വാമനനായിട്ട് സിദ്ധാശ്രമത്തിന് ആ പേര് കൊടുത്തുകൊണ്ട് പിന്നെ മഹാബലിയുടെ യജ്ഞശാലയിലേക്ക് പോണതെന്ന്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ബലിർവൈരോചനിർവിഷ്ണോ യജതേ യജ്ഞമുത്തമം അസമാപ്തവ്രതേ തസ്മിൻ സ്വകാര്യമഭിപദ്യതാം യേ ചൈനമഭിവർത്തന്തേ യാചിതാര ഇതസ്തത യച്ച യത്ര യഥാവച്ച സർവം തേഭ്യഃ പ്രയച്ഛതി സത്വം സുരഹിതാർത്ഥായ മായായോഗമുപാശ്രിത വാമനത്വം ഗതോ വിഷ്ണോ കുരു കല്യാണമുത്തമം. ഏതസ്മിന്നന്തരേ രാമ കശ്യപോഗ്നിസമപ്രഭ ആദിത്യാസഹിതോ രാമ ദീപ്യമാന ഇവൗജസ ദേവീ സഹായോ ഭഗവാൻ ദിവ്യം വർഷസഹസ്രകം വ്രതം സമാപ്യ വരദം തുഷ്ടാവമധുസൂദനം തപോമയം തപോരാശിം തപോമൂർത്തിം തപാത്മകം തപസാ ത്വാം സുതപ്തേന പശ്യാമി പുരുഷോത്തമം ശരീരേ തവ പശ്യാമി ജഗത് സർവമിദം പ്രഭോ ത്വമനാദിരനിർദ്ദേശ്യസ്ത്വാമഹം ശരണം ഗത. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.